എന്റെ കുഞ്ഞെ, ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്നതിന്റെ എല്ലാം ലാളിത്യം നീ മനസ്സിലാക്കുന്നുണ്ടോ? നിന്റെ മാതൃത്വം ഞാൻ ഏറ്റെടുത്തത് കൊണ്ട് നീ എന്റേതാണ്. ചിലപ്പോഴൊക്കെ നീ പരാജയപ്പെട്ടേക്കാം, ഇത് നീ പ്രതീക്ഷിക്കുകയും വേണം. എന്നാൽ അങ്ങനെ നീ പരാജയപ്പെടുമ്പോൾ നിന്റെ നികൃഷ്ടാവസ്ഥ എന്നിൽ നിന്നും മറച്ചു വെക്കരുത്. നിന്റെ ലജ്ജ എന്റെ പക്കൽ കൊണ്ടുവരിക. അപ്പോൾ എനിക്ക് നിന്നെ ആശ്വസിപ്പിക്കാനും നിന്റെ വിശ്വാസം ദുർബലമാകുന്ന അവസ്ഥയിൽ നിന്നെ സഹായിക്കാനും കഴിയും. നിന്നെ തന്നെ പൂർണ്ണമായി എനിക്ക് സമർപ്പിക്കുക. അപ്രകാരം എന്റെ സ്നേഹത്തിൽ നീ ശക്തി പ്രാപിക്കും. എന്റെ കുഞ്ഞെ, സന്ധ്യയായി, കൊടുങ്കാറ്റ് വീശാറായി. ഗൗരവമില്ലാത്ത നിസ്സാര കാര്യങ്ങൾക്കായി നിനക്കിനി സമയമില്ല. സാത്താൻ ഒരുക്കിയിരിക്കുന്ന അപ്രതീക്ഷിതമായ ഒളിയാക്രമണങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ എന്റെ സാന്നിധ്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം നീ എന്റെ വിളിയോട് പ്രത്യുത്തരിച്ചു. ദൈവം എത്രയോ സൗന്ദര്യവാനാണ്. അവിടുന്ന് എന്റെ ഈ വാക്കുകളിലൂടെ എത്ര വലിയ കൃപയാണ് നിന്റെ മേൽ ചൊരിയുന്നത്. എന്റെ സ്വരം ശ്രവിക്കാനും നിന്റെ രാജ്ഞിയും അമ്മയുമായ എന്നിലൂടെ മാത്രം നയിക്കപ്പെടാനും നീ ആഗ്രഹിക്കുന്നു. ഇത് തീർച്ചയായും ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. മനോഹരമായ ഈ ദിവസത്തിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ ഈ ലോകം മുഴുവനെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുപാലിക്കാൻ അങ്ങയുടെ ദൂതന്മാരെ നിയോഗിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്നഭയമല്ലേ. അമ്മേ, നീ എന്നഭയമല്ലേ.